ഞാൻ MG കോളേജിലാണ് പഠിച്ചത്. ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്റെ ഒരു ജ്യൂസ് ഉണ്ട് അവിടെ പഠിക്കാൻ തന്നെ കാരണം ലാലേട്ടൻ MG കോളേജിൽ പഠിച്ചുകൊണ്ടാണ്. അപ്പൊ തലയും പിള്ളേരും വീണ്ടും പൂരപ്പറമ്പാക്കാൻ വേണ്ടി വരികയാണ് തിയേറ്റർ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചത്. ഹായ് ഗായ്സ്, സിനി ഫയലിലെ പുതിയൊരു ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മണിക്കുട്ടൻ ചേട്ടനാണ്. ഹായ് ചേട്ടാ. ഹലോ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങളാണ്. ഞാനിപ്പോൾ US ഒരു ഷോ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ശ്വേതാ മേനോൻ, മാളവിക, രാഹുൽ മാധവ്, പിന്നെ മഹേഷ് കുഞ്ഞുമോൻ എല്ലാവരുമായിട്ട് ഒരു ഷോ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വന്നിറങ്ങിയപ്പം ചോട്ടാ മുംബൈ റീ റിലീസ് യഥാർത്ഥത്തിൽ 21-ാം തീയതിയാണ് വെച്ചിരുന്നത്, മെയ് 21-ന്, ലാൽ സാറിൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. പക്ഷേ അന്ന് ഈ പറയുന്ന പോലെ തുടരും വലിയൊരു സക്സസ്സായി, ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ വലിയൊരു സക്സസ്സായി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നിറങ്ങിയപ്പോൾ ഈ പറയുന്ന പോലെ ചോട്ടാ മുംബൈ റീ റിലീസും കാണാൻ സാധിച്ചു. അപ്പോൾ വലിയ വിശേഷത്തിലാണ്. 6-ാം തീയതി. അപ്പോൾ തലയും പിള്ളേരും വീണ്ടും പൂരപ്പറമ്പാക്കാൻ വേണ്ടി വരികയാണ് തിയേറ്ററിൽ വീണ്ടും എന്ന് പറയാം. കാരണം എനിക്ക് തോന്നുന്നു സൂര്യ TV എന്താണ് അതിൻ്റെ കോപ്പിറൈറ്റ് എടുത്തേക്കുന്നത്, ചാനൽ റൈറ്റ്. അപ്പം എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വന്നാലോ അല്ലെങ്കിൽ ഒരു ഹർത്താലോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമായൊരു ദിവസം വന്നാലോ ഒക്കെ TV-യിൽ ഈ സിനിമ വരുന്നുണ്ട്. എനിക്കൊന്ന് റിപ്പീറ്റഡ് ഓഡിയൻസ് ഈ പറയുന്ന പോലെ വാച്ച് ചെയ്യുന്ന ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് ചോട്ടാ മുംബൈ എന്ന സിനിമ. അത് ശരിയാണ്. കണ്ടാലും നമുക്ക് ചോട്ടാ മുംബൈ കാണുമ്പോൾ വീണ്ടും പുതിയതായിട്ട് കാണുന്ന ഒരു ഫീലാണ് എപ്പോഴും ചോട്ടാ മുംബൈ. അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് എവിടെയെങ്കിലും നമ്മൾ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് വലുതായിട്ട് ആർക്കും മിസ്സായിട്ടില്ല, പക്ഷെ പുതിയൊരു ജനറേഷൻ ഉണ്ടല്ലോ, അവർക്ക് ഒരു പക്ഷെ മിസ്സായിട്ടുണ്ടാവാം. അങ്ങനെ മിസ്സായുള്ളവർക്കൊരു തീർച്ചയായിട്ടും ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും ഈ റിലീസ് എന്ന് പറയുന്നത്. ഞാനും ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം തിയേറ്ററിൽ പോയിട്ട് ചോട്ടാ മുംബൈ കാണാനുള്ള ഒരു അത്ര കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ. അത്ര കൊച്ചുകുട്ടിയായിരുന്നു. കണ്ട് തിയേറ്ററിൽ ഇഷ്ടംപോലെ വീട്ടിലിങ്ങനെ ഇരുന്നിരുന്ന് എന്തെങ്കിലും ആഘോഷങ്ങൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ചോട്ടാ മുംബൈ ഓക്കെ ഫസ്റ്റ് ടു എൻഡ് വരെ കണ്ടിട്ടിരിക്കും. അപ്പോൾ അതേ സാധനം വീണ്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു ശരിക്കും ഇപ്പോൾ ഒരു 13 വയസ്സ് 14 വയസ്സ് അത്ര എനിക്ക് തോന്നുന്നു സിനിമ റിലീസായിട്ട് ഇപ്പോൾ ഒരു 15 വർഷം അടുപ്പിച്ചാവുന്നു. അപ്പം അന്ന് തിയേറ്ററിൽ കാണാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ അതെ, കാണാൻ സാധിക്കാത്തവർക്ക് ഇതൊരു പുതിയ അനുഭവമായിരിക്കട്ടെ. ചേട്ടാ, ഈ ചോട്ടാ മുംബൈയിൽ പറയുമ്പോൾ ചേട്ടൻ ചെയ്ത കഥാപാത്രം സൈനുവിന്റെ ഇൻട്രോ എന്ന് പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ ഗ്രൗണ്ടിൽ കൂടെ ഓടുന്നത് സിദ്ദിഖ് സാറിനൊപ്പം ഓടുന്ന സീൻ ഓക്കെ, പക്ഷെ സൈനുവിന്റെ ഒരു റിയൽ ഇൻട്രോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ചെട്ടിക്കുളങ്ങര സോങ്ങിന്റെ ഇടയിലുള്ള അടി കൊണ്ട് ഇങ്ങനെ മുഖമൊക്കെ ഇതാക്കി വെച്ച് തലയെ കാണാൻ വന്ന് നിൽക്കുന്ന ഒരു സീനാണ് അത്. എനിക്കിപ്പോഴും ചോട്ടാ മുംബൈയിലും മണിക്കുട്ടൻ ചേട്ടനെ ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്ന സീനും അതാണ്. അടി കൊണ്ട് തിരിച്ച് അവരെ തല്ലാൻ പോകുമ്പോൾ ലാലേട്ടന്റെ മടി കയറി വണ്ടിയുടെ ഫ്രണ്ടിൽ മടി കയറി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് നല്ലതാ. അൻവർ സാറും ലാലേട്ടനും കൂടെ ലാൽ സാർ ഒന്നിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ത്രില്ലാണ്. അപ്പൊ ആ സിനിമയിലൊക്കെയുള്ള ക്ഷണം തന്നെ എനിക്ക് സംബന്ധിച്ച് വലിയ സന്തോഷം തോന്നി. പക്ഷെ അദ്ദേഹം ആസ് എ പ്രൊഡ്യൂസർ അദ്ദേഹം ഒരു ആക്ടർ വിളിക്കുകയല്ലേ. അപ്പം ആ ഇൻട്രോ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു, മണിക്കുട്ട ഇതാണ് മണിക്കുട്ടൻ്റെ ഇൻട്രോ. സൈനു ഈ പറയുന്ന പോലെ ഒരു ഗർഭസ്ഥ ശിശുവിനെ അമ്മ എടുത്തുകൊണ്ട് പോകുന്ന പോലെ അടികൊണ്ട് വീണ സൈനുവിനെ, ഗർഭസ്ഥ ശിശു, ഗർഭം കഴിഞ്ഞിട്ടുള്ള ശിശു, ഗർഭസ്ഥ ശിശുവിനെ അമ്മ എടുത്തുകൊണ്ട് പോകുന്ന പോലെയാണ് അടികൊണ്ട് വീണ സൈനുവിനെ തല എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ കാരണം ഞാനൊരു ഹ്യൂജ് ലാലേട്ടൻ ഫാനാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഫാൻ, പിന്നെ ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റ്, ഞാൻ എന്നെ തന്നെ കാണുന്ന ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു സീന് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. ഇടയിലൊന്ന് ഞാൻ കട്ടിയട്ടെ, ലാലേട്ടൻ ഫാനാന്ന് പറഞ്ഞതുകൊണ്ടാണോ എനിക്ക് എല്ലാവരും ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നൊരു സീനുണ്ട്, ഫ്ലിപ്പ് ചെയ്തിട്ട് ഇറങ്ങുന്നൊരു ചെറിയൊരു ലാലേട്ടനെ പഠിച്ചതാണോ അത് അവിടെ? അല്ല, ലാലേട്ടൻ അനുകരിച്ചോന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞിനോട് പറയണം, ഏതെങ്കിലും ഒരു നടനെ അനുകരിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് അവർ കാണിക്കുന്ന ലാലേട്ടന്റെ ജസ്റ്റർ ആയിരിക്കും അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ ചോളൊക്കെ ചരിഞ്ഞു അല്ലെങ്കിൽ പുലിമുരുകൻ. അപ്പൊ ഈ അത് അറിയാതെ നമ്മളിൽ വന്നു തന്നെയാണ്. അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹം ഇത്രയും വർഷം മലയാളി ഓഡിയൻസ് അല്ലെങ്കിൽ സിനിമ ഓഡിയൻസിനിടയിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു എന്താ പറയണ്ടേ, ഒരു ഫീലാണ് അല്ലെങ്കിൽ സ്വാധീനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളടുത്തും പറയുമ്പോഴത്തേന് ലാലേട്ടൻ ഫാൻ ആയതുകൊണ്ടും പറയുമ്പോൾ അറിയാതെ ഒരു ലാലേട്ടൻ വരും. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ഒരു നടൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വന്നു വന്നതിൽ തെറ്റൊന്നുമില്ല, എപ്പോഴും വരാറുണ്ടാൽ മതി, അത് ശ്രദ്ധിച്ചാൽ മതി.
അപ്പോൾ അങ്ങനെ ലാലേട്ടൻ ഇതായിട്ടില്ല, അത് അറിയാതെ വന്നതാണ്. പിന്നെ അപ്പോൾ ഈ രാജുവേട്ടൻ ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ റെമ്യൂണറേഷൻ്റെ കാര്യമൊന്നും റെമ്യൂണറേഷൻ്റെ കാര്യമൊന്നും നിങ്ങൾ സംസാരിക്കണ്ട, ഈ സിനിമയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് പിന്നെ വഴിയെ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ ഒരു സീന്. അത് തീർച്ചയായിട്ടും ബെന്നിച്ചേട്ടൻ സൈനു എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ബെന്നിച്ചേട്ടൻ എഴുതിയത് തന്നെ. ഫസ്റ്റ് ഞാൻ അതിനു മുമ്പ് ഒരു ദൂരദർശന് വേണ്ടി ഒരു ടെലിപ്ലേ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ സീരിയൽ, ഏഷ്യാനെറ്റ് വന്ന സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വർണ്ണച്ചെറുകൾ എന്ന് ജയകുമാർ IAS ഓഫീസർ എടുത്ത സിനിമയിൽ ഞാൻ ചിൽഡ്രൻസ് ഫിലിമാണ്, അതിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ എന്നെ അറിയുന്നത് കായംകുളം കൊച്ചുണ്ണിയിലാണ്. അപ്പോൾ അതിൽ 4 എപ്പിസോഡ്, അതിൽ യഥാർത്ഥത്തിൽ 8 എപ്പിസോഡാണ് കൊച്ചുണ്ണിയുടെ യൗവനം വരാനുണ്ട്. പക്ഷേ എൻ്റെ അഭിനയ മികവുകൊണ്ട് അവർ 4 എപ്പിസോഡാക്കി വെട്ടിക്കുറച്ചു. അപ്പം തന്നെ മനസ്സിലാക്കണം എൻ്റെ അഭിനയം എത്രത്തോളം ഒരു ആക്ടർ എന്ന് എനിക്ക് പറയാനായിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് നമ്മൾ നേരത്തെ പറയുന്ന പോലെ പ്രേക്ഷകർ നമ്മളെ സ്വീകരിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഈ 4 എപ്പിസോഡ് കണ്ടിട്ട് പ്രേക്ഷകർ ഈ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഈ സീരിയലിൽ കുറച്ച് റേറ്റിംഗ് കൂടി. അപ്പോൾ അവരെന്തായത് വീണ്ടും ഇതൊരു 8 എപ്പിസോഡാക്കി, 16 എപ്പിസോഡ്, പിന്നെ ഞാനൊരു 250 എപ്പിസോഡ് ചെയ്തിട്ടാണ് ആ സീരിയൽ നിർത്തുന്നത്. അത് ഞാൻ പറയില്ല, അതാണ് നമ്മൾ പഠിക്കാതെ വന്ന ഒരാൾ. പിന്നെ എനിക്ക് ഇമ്മീഡിയറ്റ് വിനയൻ സാറിൻ്റെ സിനിമ കിട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു 5-6 സിനിമ ചുമ്മാ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ മതി, അഭിനയം അല്ലെങ്കിൽ ആക്ടർ എന്ന രീതി ഇതൊക്കെ മതി എന്ന് വിളിച്ചു. പക്ഷേ പിന്നെ നമ്മൾ പോകെയാണ് മനസ്സിലായത് ഇതല്ല, നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സിനിമയും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ആക്ടിങ്ങും സമീപിക്കേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴാണ് നമ്മളെ കൂടെ ഈ പിന്നെ അഭിനയിക്കാൻ വന്നവരൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ചിട്ടാണ്, തിയേറ്ററിലൊക്കെ പഠിച്ചിട്ടാണ്, ആക്ടിങ് പഠിച്ചിട്ടാണ് പലരും വരുന്നത്. അത് അവരുടെ അവസരം കിട്ടി, അവരത് ഉപയോഗിച്ചു, അവരുടെ ഭാഗ്യം അല്ലെങ്കിൽ അവരുടെ ആ സമയം ചെലവഴിച്ചാലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും ഇവരൊക്കെ അഭിനേതാവെന്ന് പറയാനായിട്ട് ഇവർ ഇത്രയും നാൾ പഠിച്ചിട്ടുണ്ട്. സോ അവർക്ക് അവർ ആക്ടർ എന്ന് പറയാം. ഞാൻ പറയും അല്ലല്ല, എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാവന ഉദ്ദേശം മാത്രമല്ല, ഭാവനെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് ഭാവനയുള്ള ആൾക്കാർ ഉദ്ദേശിച്ച്. ഇവിടെ ചെന്നാലും ആ ഡയലോഗ് കേൾക്കുന്നോണ്ട് ചോദിച്ചതാണ് കേട്ടോ. പിന്നെ ചേട്ടാ, വിനയൻ സാറുടെ ബോയ് ഫ്രണ്ട് പോലെ ഒരു മൂവിയിൽ തുടക്കം കുറിച്ച ചേട്ടൻ, എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ കരിയറിലെ മൂവി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഭയങ്കര കുറവാണ്. അത് സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരുന്നതാണോ അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണോ, എന്ത് പറ്റിയതാണ്? സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി മികവുറ്റ ആക്ടർ ഒന്നും ഞാൻ പറയില്ലേ, ഞാനിപ്പോഴും എന്നെ ആക്ടിങ് സ്റ്റുഡൻ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിന് വേണ്ടി കാത്തിരിഞ്ഞ സിനിമകൾ അങ്ങനത്തെ ഒരു ചിന്ത എനിക്കില്ല. ഞാൻ പറയില്ല, എനിക്ക് ആദ്യകാലങ്ങളിൽ കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമകളൊക്കെ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, ആ കഥയോ കഥാപാത്രങ്ങളോ എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അപ്പോൾ ആദ്യകാലങ്ങളിൽ ചെയ്ത് ചിലപ്പോൾ സിനിമയിലെ പരാജയങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, പിന്നെ വരുന്ന സിനിമകൾ എനിക്ക് കുറച്ച് കുറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ഇപ്പം നമുക്കൊരു സിനിമ വിജയിക്കും എന്ന് വിചാരിച്ചാണ് നമ്മൾ എല്ലാ സിനിമകളും ചെയ്യുന്നത്. ചില സിനിമകൾ പരാജയപ്പെടാം. സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു അവിഭാജ്യ ഘടകമാണ്. വിജയമുണ്ടെങ്കിൽ മാത്രമേ അവർ വീണ്ടും നമ്മൾ അടുത്ത സിനിമയിലേക്കോ മുന്നോട്ടുള്ള സിനിമയിലേക്കോ വിളിക്കുള്ളൂ. പരാജയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് ചിന്തിച്ചിട്ടേ നമ്മൾ അവർ സിനിമകൾ എത്തത്തുള്ളൂ. ചേട്ടാ, ചേട്ടൻ ഇപ്പോ മൂവി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 25 വർഷം ആയി. 25 കഴിഞ്ഞു. 25 വർഷം ആഘോഷിക്കണമെന്നാണ്? അല്ല, ആഘോഷിക്കണമെന്നല്ല. പക്ഷേ സീനിയർ ആക്ടേഴ്സിന്റെ ലിസ്റ്റിൽ തന്നെ ഇപ്പൊ ചേട്ടനായിരിക്കും. എന്നിട്ടും അങ്ങോട്ട് അവസരം ചോദിച്ചു പോവുക അല്ലെങ്കിൽ നമ്മളെ തേടി ഇങ്ങോട്ട് വരാതിരിക്കുക, അതിന് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ പുതിയ പല ഇൻ്റർവ്യൂകളിലും നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ്, എന്നിട്ട് നമ്മുടെ മമ്മൂക്ക തന്നെ പറയുന്നുണ്ട്, ഞാൻ പല ഡയറക്ടേഴ്സിനെ അങ്ങോട്ട് വിളിച്ച് അവസരം ചോദിക്കാറുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അപ്പം 25 വർഷം കിടക്കണം ഞാൻ 10-30 സിനിമ ചെയ്ത് ഞാൻ ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ്? എൻ്റെ ജോലിയാണ്. ഞാൻ പറയാം, ഞാൻ ആക്ടിങ് സ്റ്റുഡൻ്റാണ്. എൻ്റെ പ്രോസസ്സിൻ്റെ ഭാഗമാണ് അവസരങ്ങൾ ചോദിക്കുക. നല്ല സിനിമയിൽ അല്ലെങ്കിൽ നല്ല ടെക്നീഷ്യന്മാരുടെ കൂടെ നല്ല തിരക്കഥയിൽ അഭിനയിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നേരത്തെ ഭാവന പറഞ്ഞ പോലെ ഒരു ആക്ടിങ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഞാനൊരു ആക്ടറായി മാറത്തുള്ളൂ. അപ്പോൾ ഭാവന എന്നുള്ള പേര് വെറുതെ ഇട്ടതല്ല കേട്ടോ, അനാവശ്യമായിട്ടുള്ള പല ഭാവനകളും ഭാവനയിലൂടെ നാണം കെടുത്തില്ലേ? ഓക്കെ, ഒരു ചോദ്യം കൂടെ ചോദിക്കാം, അടിക്കരുത്. ഓക്കെ, ബോയ് ഫ്രണ്ട് മൂവിയിൽ തുടക്കം കുറിച്ച 2 പേരാണ് ചേട്ടനും ഹണി റോസും. ഹണി ചേച്ചി ഉദ്ഘാടനം കേട്ട് അടിപൊളി, ചേട്ടനും ഉദ്ഘാടനത്തിന് പോകാത്ത എന്താ? ഞങ്ങള് ഹണി സിനിമ ചെയ്യുന്നുണ്ട്, ഹണി ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്, അതിനിടയിലാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സിനിമയാണ് ഇതെല്ലാം തരം. നമ്മളിപ്പോ മസിലുണ്ടെന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിന് പോകണം. മസിലില്ലാത്തവർ ചേട്ടന്റെ വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ട്, പോസ്റ്റിന്റെ ഒക്കെ താഴെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളുടെ കമന്റ്സ് അത് എനിക്ക് തോന്നുന്നു ചില വ്യാജ ഐഡികളിൽ നിന്ന്. യൂട്യൂബിൽ ചേട്ടന്റെ വീഡിയോ എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കിടക്കുന്ന കമന്റ്സ് ഒക്കെ
കാണാൻ നല്ല സുന്ദരനാണ്, സുമുഖനാണ്, സുശീലനാണ്, എന്നിട്ടും ചേട്ടന് പെണ്ണ് കിട്ടിയില്ല, എന്നെ കെട്ടുവോ? ഈ വക ചോദ്യങ്ങളൊക്കെയാണ് അതിന്റെ ചോട്ടിൽ കിടക്കുന്നത്. പറഞ്ഞിടിപ്പിക്കുന്നതാണോ? സത്യം പറയണം. അല്ല, പണ്ട് ഈ ആണുങ്ങളായിരുന്നു സാധാരണ പെൺകുട്ടികളെ കമന്റ് അടിച്ചോണ്ടിരുന്നത്. ഇന്നിപ്പോ കാലം മാറി, ജെൻസി ആയി. അപ്പൊ ഇങ്ങോട്ടുള്ളതാണ് കമന്റ്. അപ്പൊ ആ കമന്റിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അല്ലാതെ നമ്മളൊരാൾ എന്നെ കെട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് നമ്മൾ ഇമ്മീഡിയറ്റ് മറുപടി പറയാൻ പോവാതിരിക്കുക. അതിനെ കാണുക, സന്തോഷിക്കുക. കെട്ട ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടല്ലോ, ആത്മസംതൃപ്തി അടയുക, പോവുക. ഓ, അപ്പൊ സ്നേഹ വീട്ടിൽ മോഹൻലാൽ പറഞ്ഞ പോലെ പൂവ് പൂമ്പാത്തെ പരാഗണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. അങ്ങനെ പറയാൻ പറ്റുന്ന ഒരവസ്ഥ, തേൻ കുടിക്കുക, അങ്ങനെ സിനിമയിൽ അത് പറയാൻ എളുപ്പമാണ്, ജീവിതത്തിൽ അത് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് അടി കിട്ടും. അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജാൻസിനെ കുറിച്ചൊന്നും ഞാൻ പറയാനില്ല, നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, ഇനി പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ചേട്ടന്റെ പ്രൊഫൈൽ ഇരുന്ന് സ്റ്റഡി ചെയ്ത സമയത്തെ ഗൂഗിളിൽ ഇമേജസ് ഇങ്ങനെ സെലക്ട് ചെയ്തപ്പോ ഒരു കിടിലൻ ഫോട്ടോ കണ്ടു. ഫോട്ടോ എല്ലാരും കാണണം, എല്ലാരും കാണേണ്ട സാധനമാണ്. എന്താണ് ചേട്ടാ ഈ ഫോട്ടോഷൂട്ടിന്റെ പിന്നിലെ കാര്യം? അതായത് മലയാളത്തില് സിനിമയൊക്കെ കിട്ടണമെങ്കിൽ ഇനി ഗ്ലാമറസ് വേഷങ്ങളൊക്കെ ചെയ്താലേ, അല്ലെങ്കിൽ തുണിയുടെ അളവ് കുറച്ച് കുറഞ്ഞാലേ ചാൻസ് കിട്ടും ആരെങ്കിലും ചേട്ടനോട് പറഞ്ഞു? പക്ഷെ അതിലെന്തെങ്കിലും വൾഗാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? കാരണം ഞാൻ ഈ പറയുന്ന പോലെ ജിമ്മിലൊക്കെ പോയി ഇത്രയും കഷ്ടപ്പെട്ട് ബോഡിയൊക്കെ ഉണ്ടാക്കി, സിക്സ് പാക്സ് ഒക്കെ ആക്കി, അവസരം എന്നെ കുറിച്ച് സിനിമയിൽ പാക്ക് കാണിക്കാൻ അവസരം കിട്ടുന്നില്ല. എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാനായിട്ട്, അവൻ ബോഡി നന്നായി നോക്കുന്നുണ്ട്, അവൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയാനായിട്ട് സിനിമയിൽ ആരും ഇതുവരെ വന്നൊരു വാക്ക് പോലും പറയുന്നില്ല. എന്നെ പ്രൊമോട്ട് ചെയ്യാനും എന്നെ കുറിച്ച് കാണിക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ബിൽഡ് ചെയ്തിരുന്ന സിനിമയെന്ന് വരാതെ അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം മുഹമ്മദ് ഷാജി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഇലിയാന എന്ന് പറഞ്ഞ്, ഏതായാലും നമ്മൾ വേറെ ഒരു മൃഗത്തെ നോക്കാനാണ് പോയത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഒരു ലേഡി ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ചാൽ ഇലിയാന. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഇലിയാന ഒരു സ്ത്രീയായിട്ട് കുറച്ച് നേരം ഒരു സ്ത്രീയായിട്ട് ഞാൻ ഒന്ന് ഈ പറയുന്ന പോലെ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അല്ല, അത് പാമ്പായിരുന്നു ചേട്ടൻ അറിഞ്ഞിരുന്നു? അതോ പഞ്ചാബി ഹൗസിലെ സോണിയ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് വന്നത് വേറെയാളെ പോലെ? ഇല്ല, ഷാജി ബ്രോ മുഹമ്മദിക്ക ആദ്യം കൊണ്ടുവന്നത് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ പേടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു. പക്ഷെ ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്നേഹമാണ്. സിനി ഫൈലിന് മൂവി ഗ്രൂപ്പില് ചേട്ടനെ പറ്റി ഒരു ട്രോള് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, കുറെ വന്നിട്ടുണ്ട്. അതിലൊന്നിനെ കുറിച്ചുള്ള ചോദ്യം. 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന മൂവിയില് മോഹൻലാൽ സാറിന്റെ പേര് ഭയങ്കര കിടിലം പേരാണ്, മേജർ മഹാദേവൻ. അതിൽ ചേട്ടന്റെ പേരെന്തായിരുന്നു? മേജർ മഹാദേവന് ഞാൻ അതിലൊരു ഹവിൽദാർ മണിക്കുട്ടൻ. അതിൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, കാരണം യഥാർത്ഥത്തിൽ എൻ്റെ ക്യാരക്ടർ വേറൊരു ക്യാരക്ടറായിരുന്നു ആ സിനിമയിൽ. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഇത് തന്നതാണ്. മേജർ രവി സാറിൻ്റെ 2-3 സിനിമയിൽ അഭിനയിച്ചതിനുള്ള ഗുണം ഞാൻ പറഞ്ഞു. ഈയിടയ്ക്ക് ഇന്ത്യ പാക് ചെറിയൊരു അതിർത്തി തർക്കം വന്ന സമയത്ത് അവിടെ ഷൂട്ടിംഗ് മുടങ്ങിയതിൽ ഒരു സംഘം അവിടെ പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ എൻ്റെ പേരും വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ആ സമയത്ത് അമേരിക്കയിലായിരുന്നു, ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ പേര് വന്നപ്പോഴത്തേന് ഞാൻ 2-3 സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റായ ന്യൂസാണ്, ഞാനിത് അവിടെ ആ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനവിടെ ഇല്ല, അത് വന്നത് വാർത്ത ശരിയല്ല, പക്ഷേ വേറെ ആൾക്കാരവിടെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 നീ അവിടെ പെട്ടുവോ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, മേജർ രവി സാറിൻ്റെ 2-3 സിനിമയിൽ അഭിനയിച്ച 40 ദിവസം പട്ടാളക്കാരനായിട്ട് ജീവിച്ച, കാരണം പുള്ളിയുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പട്ടാളക്കാരനെ പോലെ ജീവിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അവിടുത്തെ ട്രെയിനിങ് ഒക്കെ, ജീവിച്ച ആളാണ്. അങ്ങനെ എളുപ്പം ഒരു തീവ്രവാദികൾക്കൊന്നും എന്നെ അടിച്ചിടാൻ പറ്റില്ല. അത്യാവശ്യം ട്രെയിനിങ് മേജർ രവി സാർ എനിക്ക് തന്നിട്ടുണ്ട് 3 സിനിമയിലൂടെ. ചോട്ടാ മുംബൈ ഈ 6th റിലീസാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. അന്ന് മിസ് ചെയ്ത് അല്ലെങ്കിൽ ടിവിയിൽ ഇരുന്ന് കണ്ട് കൈയടിച്ച് അർമാദിച്ച് കണ്ട എല്ലാവരും തിയേറ്ററിൽ ഒന്നുകൂടെ പോയി ഇരുന്ന് ആഘോഷിച്ച് കാണാനുള്ള ഒരു അവസരമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ മിസ് ചെയ്യരുത്. അതെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, തലയും ഗ്യാങ്ങും നമ്മൾ ഒരുപാട് ആഘോഷിച്ചൊരു കൂട്ടായ്മയാണ് തലയും ഗ്യാങ്ങും. തീർച്ചയായിട്ടും റിലീസ് എനിക്കൊന്ന് 4K ഒരു ഹൈലി റെസൊല്യൂഷൻ ഇതിൽ വരുന്ന ഫസ്റ്റ് സിനിമയാണ് ചോട്ടാ മുംബൈ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഞാനും ഉണ്ടാവും ഫസ്റ്റ് ഡേ ഫാൻ ഷോ കൂടെ. അന്ന് നിങ്ങളോടൊപ്പം ആഘോഷമാക്കാൻ ഞാനും ഉണ്ടാവും. സിനി ഫൈൽസ് ഗ്രൂപ്പിന് ഈ പറയുന്ന പോലെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് സിനിമ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. അപ്പം തീർച്ചയായിട്ടും പോരായ്മകളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ പോരായ്മകളെ പോലും വളരെ മാന്യമായിട്ടുള്ള വാക്കുകളിലൂടെ മാത്രം വിമർശിക്കുകയും നല്ല സിനിമകളെ അല്ലെങ്കിൽ അത്യാവശ്യം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സിനിമകളെയും വളരെ നല്ല രീതിയിൽ
എൻകറേജ് ചെയ്തും കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ വിമർശനങ്ങളെന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും സ്വീകരിക്കുക, അത് കണ്ണടച്ച് സ്വീകരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം അത് ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ എത്രത്തോളം മാന്യമായ വാക്കുകളോട് വിമർശിക്കാമെന്നുള്ളതാണ് നമ്മളെ ക്വാളിറ്റി ഓഫ് സോൾ. തീർച്ചയായിട്ടും സിനിഫൈൽ ഗ്രൂപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് സോളിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനിയും എന്നെ ഒരുവിധം ചില ട്രോളുകൾ വന്നിട്ടുണ്ടെങ്കിലും എന്നെ ഈ പറയുന്ന പോലെ ആശംസകൾ നേടേണ്ട സ്ഥലത്തും അല്ലെങ്കിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സ്ഥലത്തും, ഞാൻ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന സ്ഥലത്തും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജിത്ത് ഈ പറയുന്ന പോലെ എൻ്റെ നാട്ടുകാരനാണ്. ഇന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ബിജിത്ത് KCBയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ വിളിച്ച് ഞാൻ ബിജിത്ത് ചുമ്മാ തമാശയ്ക്ക് വെച്ചു, എന്താണ് എൻ്റെ റെമ്യൂണറേഷൻ എന്ന്. ചുമ്മാ ചേട്ടാ 1 മാസത്തെ കറണ്ട് ബില്ല് ഞാൻ അവിടുത്തെ ചുമ്മാ ഞാൻ ഇല്ല. ബിജിത്ത് ഈ പറയുന്ന പോലെ അത്യാവശ്യം ഞാൻ പറയാം, എനിക്ക് വേണ്ടി സംസാരിക്കാൻ അധികം ആൾക്കാരൊന്നുമില്ല. എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ എൻ്റെ സിനിമ അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സിനിമകൾ നേടിയെടുക്കാനും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന 1-2 പേരിൽ ഒരാൾ എനിക്ക് ബിജിത്ത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അവസരം സിനിഫിൽസ് ഗ്രൂപ്പിനും ബിജിത്തിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കാനും കൂടെ സ്വീകരിക്കുന്നു. എനിക്കും ചേട്ടാ. ഭാവനയ്ക്ക് നന്ദിയല്ല, സ്നേഹം മാത്രം. ജ്യൂസും